സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് CCL അങ്ങനെ CCL 12ാം സീസണിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ സെമി ഫൈനലൊക്കെയാണ് ഈ 31-ാം തീയതി 2 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ 31-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കും വൈകിട്ട് 6:30 അങ്ങനെ 2 സെമി നടക്കുന്നത്. അപ്പോൾ ആദ്യ സെമിയിൽ നമ്മുടെ ബംഗാൾ ടൈഗേഴ്സും കേരള സ്ട്രൈക്കേഴ്സും തമ്മിലാണ് മത്സരം. ഒന്നും പറയാനില്ല, കേരള സ്ട്രൈക്കേഴ്സ് ബംഗാൾ ടൈഗേഴ്സിനെ തോൽപ്പിച്ച് ഫൈനലിലെത്തും. ഈ സീസണിലെ കപ്പ് നമുക്ക് തന്നെ പറയാൻ കാരണം വെച്ചാൽ കടലാസിൽ നമ്മുടെ ബംഗാൾ ടൈഗേഴ്സാണ് പുലികൾ. പക്ഷെ അത് കടലാസിൽ മാത്രം ഒതുക്കി അവർ കളിയിൽ നല്ല മികച്ച പ്രകടനമാണ്. പക്ഷെ നമ്മൾ ഈ പ്രാവശ്യം അവരെ തറ പറ്റിച്ച് നമ്മൾ ഫൈനലിൽ കടക്കും. അർജുൻ നന്ദകുമാറിൻ്റെ കിടിലൻ ബാറ്റിങ്ങും നമ്മുടെ മദൻ മോഹൻ്റെ 50യോ സെഞ്ചുറിയോ ഒക്കെ നമുക്ക് കാണാനും കഴിയും. അതുപോലെ അരുൺ ബന്നിയുടെ ഓൾറൗണ്ടർ പ്രകടനവും വിവേക് ഗോപൻ്റെ ഓൾറൗണ്ടർ പ്രകടനം, ബിനീഷ് കൊടീരിയുടെ ബൗളിങ്ങും എല്ലാം നമുക്ക് കേരള സ്ട്രൈക്കേഴ്സിനെ ഫൈനലിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇതും ഉണ്ടാകും. കാരണം ബംഗാൾ അതിശക്തരാണെങ്കിലും നമ്മൾ കേരള സ്ട്രൈക്കേഴ്സ് അവരെ തോൽപ്പിച്ച് തന്നെ ഫൈനലിലെത്തും. ആദ്യം ബാറ്റ് ചെയ്താലും വേണ്ടില്ല, രണ്ടാമത് ബാറ്റ് ചെയ്താലും വേണ്ടില്ല, കളി ജയിക്കണം, അത് തന്നെയുള്ളൂ. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ആദ്യം ബാറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ ആദ്യം ബോൾ ചെയ്യുന്നതാണ്. കാരണം വെച്ചാൽ ഉച്ചയ്ക്ക് നല്ല വെയിലാണ്, ക്യാച്ച് മിസ്സാവും, ഭയങ്കര ക്ഷീണിതരാകും, എല്ലാം ശരി തന്നെ. പക്ഷേ ബൗളിങ്ങിനെ തുണയ്ക്കാൻ, മീഡിയം പേസിനെ തുണയ്ക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ആദ്യം ബോൾ ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. നമ്മുടെ കേരള സ്ട്രൈക്കേഴ്സിന് വിജയാശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ജിതേഷ് ശർമ്മ വിക്കറ്റ് കീപ്പർ, അതേപോലെ നമ്മുടെ പടക്കുതിര റോബിൻ സിംഗ് ഒക്കെ വിജയാശംസകൾ നേർന്നുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ പറയാൻ കാരണം വെച്ചാൽ നമ്മൾ രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടാർഗറ്റ് മനസ്സിലാക്കി തന്നെ നമുക്ക് ബാറ്റ് ചെയ്ത് ജയിക്കാൻ സാധിക്കും. അപ്പോൾ കേരള സ്ട്രൈക്കേഴ്സ് ഉറപ്പായിട്ടും ഫൈനലിലെത്തും. അപ്പോൾ രണ്ടാമത്തെ സെമിയിൽ കളിക്കുന്നത് നമ്മുടെ കർണാടക ബുൾഡോസേഴ്സും ചെന്നൈ കിങ്സും ആണ്. അപ്പോൾ കർണാടക ബുൾഡോസേഴ്സ് ആണ് 90% വിജയ സാധ്യത. കാരണം അവർ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും എല്ലാം കൊണ്ടും കിടിലൻ ടീമാണ്. ചെന്നൈയുടെ പ്രശ്നം വെച്ചാൽ ചെന്നൈ നമ്മുടെ വിക്രാന്തിനെ മാത്രം മുൻനിർത്തിയാണ് കളിക്കുന്നത്. വിക്രാന്ത് മാത്രമാണ് സെഞ്ചുറിയൊക്കെ അടിച്ച്. പക്ഷെ പറയാൻ കഴിയില്ല, ചെന്നൈ അവരുടെ തട്ടകത്തിൽ ഉള്ള കളിയൊക്കെ ആകുമ്പോൾ ഉറപ്പായിട്ടും വിജയിച്ച് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രണ്ട് ടീമിനും വിജയ സാധ്യതയുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നത് നമ്മുടെ കർണാടക ബുൾഡോസേഴ്സ് ജയിക്കും. അവിടെ രാജീവൊക്കെ തകർപ്പൻ ഫോമിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ കർണാടക ബുൾഡോസേഴ്സ് വിജയിച്ച് ഫൈനലിൽ വരുമ്പോൾ നമ്മളെ കേരള സ്ട്രൈക്കേഴ്സും ഉണ്ടാവും. അങ്ങനെ കേരള സ്ട്രൈക്കേഴ്സും കർണാടക ബുൾഡോസേഴ്സും തമ്മിലാണ് ഫൈനൽ. 6:30 മുതൽ 10:30 വരെയാണ് കളി. ഇതാണ് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 1-ാം തീയതിയാണ് കളി. ഫൈനലിൽ ഇവർ രണ്ടുപേരും കേരള സ്ട്രൈക്കേഴ്സ് കപ്പ് നേടും. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം, ഷെയർ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻ്റായിട്ടൊന്ന് അറിയിക്കുക. അപ്പം CCLൻ്റെ മറ്റു വിശേഷമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.